നമസ്കാരം. TCV പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ആശ്വാസത്തിന്റെ കോവിഡ് കണക്കുകൾ. മലപ്പുറത്തും സംസ്ഥാനത്തൊട്ടാകെയും ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കും രോഗികളുടെ എണ്ണവും കുറഞ്ഞു. സംസ്ഥാനത്ത് 22,318 പേർക്ക് പുതുതായി രോഗം. 24 മണിക്കൂറിനിടെ പരിശോധിച്ചത് 1,36,068 സാമ്പിളുകൾ. ജില്ലയിൽ 3,938 പേർക്ക് രോഗബാധ. DPR 13.3% കുറഞ്ഞു. തിരൂർ നഗരസഭയിൽ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്റർ തുറന്നു. തിരൂർ താഴെപ്പാലം MS സെൻട്രൽ സ്കൂളിലാണ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്റർ സജ്ജീകരിച്ചത്. രോഗവ്യാപനം കുറയ്ക്കാൻ മലപ്പുറത്ത് ഞായറാഴ്ച സമ്പൂർണ്ണ ലോക്ക്ഡൌൺ. കടകൾ തുറന്ന് പ്രവർത്തിക്കുന്നതിന് വിലക്ക്. മെഡിക്കൽ സർവീസ് ഒഴികെ മറ്റൊരു മേഖലയ്ക്കും പ്രവർത്തിക്കാൻ അനുമതിയില്ല. പാൽ, പത്രം തുടങ്ങിയവയ്ക്കും ശുചീകരണ പ്രവർത്തനങ്ങൾക്കും അനുമതി. 15ാം കേരള നിയമസഭാ അംഗമായി വി അബ്ദുറഹ്മാൻ സത്യപ്രതിജ്ഞ ചെയ്തു. സ്പീക്കർ MP രാജേഷിന്റെ ചേംബറിലായിരുന്നു സത്യപ്രതിജ്ഞ. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് ആശ്വാസത്തിന്റെ കോവിഡ് കണക്കുകൾ വരുന്നു. പ്രതിദിന രോഗികളുടെ എണ്ണം വീണ്ടും കുറഞ്ഞു. 22,318 പേർക്ക് പുതുതായി രോഗം ബാധിച്ചു. 24 മണിക്കൂറിനിടെ 1,36,068 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 16.4%. 194 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചു. ആകെ മരണസംഖ്യ 8,257 26,270 പേർ രോഗമുക്തി നേടി. കേരളത്തിൽ കോവിഡ് അതിതീവ്ര വ്യാപനം കുറയുന്നതായാണ് പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഓരോ ദിവസവും ആശ്വാസത്തിന്റെ പുതിയ കണക്കുകളാണ് പുറത്തുവരുന്നത്. പുതുതായി 22,318 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ രോഗികൾ. 3,938 പേർക്കാണ് മലപ്പുറം ജില്ലയിൽ രോഗബാധ സ്ഥിരീകരിച്ചത്. തിരുവനന്തപുരം 2,545, കൊല്ലം 2,368, എറണാകുളം 2,237, പാലക്കാട് 2,038, തൃശൂർ 1,726, കോഴിക്കോട് 1,697, ആലപ്പുഴ 1,640, കോട്ടയം 1,128, കണ്ണൂർ 974, പത്തനംതിട്ട 728, കാസർഗോഡ് 534, ഇടുക്കി 501, വയനാട് 264 എന്നിങ്ങനെയാണ് ജില്ലകളിലെ രോഗബാധിതരുടെ കണക്ക്. 24 മണിക്കൂറിനിടെ 1,36,068 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 16.4%. UK, സൗത്ത് ആഫ്രിക്ക, ബ്രസീൽ എന്നിവിടങ്ങളിൽ നിന്നെത്തിയ ആർക്കും തന്നെ 24 മണിക്കൂറിനകം കോവിഡ് സ്ഥിരീകരിച്ചിട്ടില്ല. 194 മരണങ്ങൾ കൂടി കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചതോടെ ആകെ മരണസംഖ്യ 8,257. രോഗം സ്ഥിരീകരിച്ചവരിൽ 164 പേർ സംസ്ഥാനത്തിന് പുറത്തു നിന്നെത്തിയവരാണ്. 20,885 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. 1,175 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 94 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം ബാധിച്ചു. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 26,270 പേർ രോഗമുക്തി നേടി. ഇതോടെ 2,37,819 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. 22,24,405 പേർ ഇതുവരെ കോവിഡിൽ നിന്നും മുക്തി നേടി. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 8,57,227 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. ഇതിൽ 8,18,117 പേർ വീടുകളിലും ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനുകളിലുമായി നിരീക്ഷണത്തിൽ കഴിയുന്നു. 39,110 പേർ ആശുപത്രികളിലും നിരീക്ഷണത്തിലാണ്. 3,677 പേരെയാണ് പുതുതായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇന്ന് പുതിയ ഹോട്ട്സ്പോട്ടുകളൊന്നും രൂപപ്പെട്ടിട്ടില്ല. ഒരു പ്രദേശത്തെയും ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കിയിട്ടില്ല. ആകെ 880 ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. ജില്ലയിൽ രോഗികളുടെ എണ്ണം കൂടുതലാണെങ്കിലും ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കുറയുന്നത് ആശ്വാസമാകുന്നു. 3,938 പേർക്ക് വൈറസ് ബാധയുണ്ടായി. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 13.3% കുറഞ്ഞു. സമ്പർക്കത്തിലൂടെ 3,807 പേർ രോഗികളായി. 3,260 പേർ രോഗമുക്തരായി. ആകെ മരണസംഖ്യ 812. മലപ്പുറം ജില്ലയിൽ രോഗികളുടെ എണ്ണം കൂടുതലാണെങ്കിലും ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കുറയുന്നത് ആശ്വാസമാകുന്നുണ്ട്. 13.3% വെള്ളിയാഴ്ച രേഖപ്പെടുത്തിയ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ K. സക്കീന അറിയിച്ചു. 3,938 പേർക്കാണ് വെള്ളിയാഴ്ച കോവിഡ് സ്ഥിരീകരിച്ചത്. 3,260 പേർ രോഗമുക്തരായി. ഇതോടെ ജില്ലയിൽ കോവിഡ് മുക്തരായി സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയവരുടെ എണ്ണം 2,36,973. രോഗം സ്ഥിരീകരിച്ചവരിൽ 3,807 പേർക്ക് നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയാണ് രോഗബാധയുണ്ടായത്. 53 പേരുടെ ഉറവിടം വ്യക്തമായിട്ടില്ല. ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന 2 പേർക്കും വിദേശ രാജ്യങ്ങളിൽ നിന്ന് തിരിച്ചെത്തിയ 21 പേർക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ 55 പേർക്കും രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. 64,892 പേരാണ് ജില്ലയിൽ ഇപ്പോൾ നിരീക്ഷണത്തിൽ കഴിയുന്നത്. 45,337 പേർ ചികിത്സയിലാണ്. കോവിഡ് പ്രത്യേക ചികിത്സാ കേന്ദ്രങ്ങളായ ആശുപത്രികളിൽ 1,397 പേരും ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിൽ 290 പേരും സെക്കൻഡ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിൽ 174 പേരും ചികിത്സയിൽ
ചികിത്സയിൽ കഴിയുന്നു. തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് കീഴിലുള്ള ഡൊമിസിലിയറി കെയർ സെന്ററുകളിൽ 1147 പേരും ശേഷിക്കുന്നവർ വീടുകളിലും മറ്റുമായും നിരീക്ഷണത്തിൽ കഴിയുന്നു. ജില്ലയിൽ ഇതുവരെ 812 പേരാണ് കോവിഡ് ബാധിതരായി മരിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കുറയുന്നത് ആശ്വാസമാകുന്നുണ്ടെങ്കിലും രോഗവ്യാപനത്തിനുള്ള സാധ്യത മുൻനിർത്തി അതീവ ജാഗ്രത തുടരണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ സക്കീൻ അറിയിച്ചു. അത്യാവശ്യങ്ങൾക്കല്ലാതെ വീടുകളിൽ നിന്നും പുറത്തിറങ്ങരുത്. വീടുകളിലും വൈറസ് വ്യാപന സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ പുറത്തുപോയി വരുന്നവർ ആരോഗ്യ ജാഗ്രതാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണം. കൃത്യമായ ഇടവേളകളിൽ കൈകൾ കഴുകി വൃത്തിയാക്കണം. 2 മാസ്കുകളുടെ ശരിയായ ഉപയോഗവും ഉറപ്പാക്കണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ അഭ്യർത്ഥിച്ചു. തിരൂർ നഗരസഭയിൽ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്റർ തുറന്നു. തിരൂർ താഴെപ്പാലം MES സെൻട്രൽ സ്കൂളിലാണ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്റർ സജ്ജീകരിച്ചത്. 100ഓളം ബെഡുകളാണ് ഒരുക്കിയിട്ടുള്ളത്. ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർ ജാവേദ് അനീസ് നോഡൽ ഓഫീസറായി ചാർജ് എടുത്തു. കോവിഡ് പ്രതിരോധം തീർക്കുന്നതിനായി ജില്ലാ ആശുപത്രിയുടെ മേൽനോട്ടത്തിൽ തിരൂർ നഗരസഭയിൽ കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്റർ തുറന്നു. തിരൂർ താഴെപ്പാലം MES സെൻട്രൽ സ്കൂളിലാണ് ഇത് ആരംഭിച്ചത്. 100ഓളം ബെഡുകൾ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതിന്റെ നോഡൽ ഓഫീസറായി ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർ ജാവേദ് അനീസ് ചാർജ് എടുത്തു. 4 ഡോക്ടർമാരുടെ സേവനം ഇവിടെ ഉണ്ടാകും. ഇതിന്റെ ഉദ്ഘാടനം ചെയർപേഴ്സൺ AP നസീമ നിർവഹിച്ചു. നമുക്കറിയാം, ഇന്ന് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമായിരുന്നു CFLTC സെൻറ്റർ കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻറ്റർ സ്റ്റാർട്ട് ചെയ്യാൻ കഴിയാത്തത് വളരെയധികം വിഷമമുള്ളൊരു കാര്യമായിരുന്നു. എന്തായാലും ഇന്നെങ്കിലും ഇത് നല്ല രീതിയിൽ ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കാൻ കഴിഞ്ഞത് വളരെയധികം അഭിമാനമുള്ള കാര്യമാണ്. തീർച്ചയായും ഇതിലേക്ക് ആരും വരാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അഥവാ ഇനി ഇങ്ങനെ ഒരു സാഹചര്യം വന്ന് ആരെങ്കിലും പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവരെ നല്ല രീതിയിൽ അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും മരുന്നും എല്ലാവിധ സൗകര്യങ്ങളും കൊടുത്ത് ഈ സെൻറ്ററിൽ അവരെ നല്ല രീതിയിൽ രോഗവിമുക്തരാക്കി തിരിച്ച് അയക്കാൻ കൂടി താല്പര്യപ്പെട്ടുകൊണ്ടാണ് ഇത് തുടങ്ങി വെച്ചിട്ടുള്ളത്. വൈസ് ചെയർമാൻ P. രാമൻകുട്ടി അധ്യക്ഷനായിരുന്നു. മുനിസിപ്പൽ സെക്രട്ടറി ശിവദാസ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഫാത്തിമത്ത് സജിന, KK സലാം മാസ്റ്റർ, അഡ്വക്കേറ്റ് ഗിരീഷ്, C. സുബൈദ, ഹെൽത്ത് ഇൻസ്പെക്ടർ രഞ്ജിത്ത്, TK തങ്ങൾ, ഹെൽത്ത് സൂപ്പർവൈസർ സുബ്രഹ്മണ്യൻ, ജില്ലാ പഞ്ചായത്ത് അംഗം VKM ഷാഫി, ഡോക്ടർ ജാവേദ്, ഹോസ്പിറ്റൽ സൂപ്രണ്ട് ബേബി ലക്ഷ്മി തുടങ്ങിയവർ പ്രസംഗിച്ചു. കോവിഡ് രോഗികളുടെ ചികിത്സയ്ക്കും നിരീക്ഷണത്തിനുമായി കൂടുതൽ കിടക്കകൾ ഏർപ്പെടുത്തി. ചികിത്സാ സൗകര്യം വർദ്ധിപ്പിക്കുന്നതിന്റെയും കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിന്റെയും ഭാഗമായാണ് നടപടി. ആശുപത്രികൾ, ഫസ്റ്റ് ലൈൻ, സെക്കൻഡ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകൾ, ഗൃഹവാസ പരിചരണ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലായാണ് ഇത്രയും സൗകര്യമൊരുക്കിയിട്ടുള്ളത്. 76 കോവിഡ് ആശുപത്രികളാണ് നിലവിൽ ജില്ലയിലുള്ളത്. ഇതിൽ മഞ്ചേരി മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ 7 സർക്കാർ ആശുപത്രികളും 69 സ്വകാര്യ ആശുപത്രികളുമാണ് കോവിഡ് ആശുപത്രികളാക്കി മാറ്റിയത്. കേന്ദ്രീകൃത ഓക്സിജൻ സൗകര്യത്തോടെയുള്ള 192 എണ്ണം ഉൾപ്പെടെ 818 ബെഡുകളാണ് സർക്കാർ ആശുപത്രികളിലുള്ളത്. 101 ICU കിടക്കുകളും 69 വെന്റിലേറ്ററുകളും സർക്കാർ ആശുപത്രികളിലുണ്ട്. സ്വകാര്യ ആശുപത്രികളിലെ 2016 കിടക്കുകളിൽ 640 കിടക്കുകൾ കേന്ദ്രീകൃത ഓക്സിജൻ സൗകര്യത്തോടെയുള്ളതാണ്. 329 ICU കിടക്കുകളും 140 വെന്റിലേറ്ററുകളും സ്വകാര്യ ആശുപത്രികളിൽ കോവിഡ് രോഗികൾക്കായി സജ്ജീകരിച്ചിട്ടുണ്ട്. ജില്ലയിൽ 9 കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിൽ 38 കേന്ദ്രീകൃത ഓക്സിജൻ സൗകര്യത്തോടെയുള്ളവ സഹിതം 1073 കിടക്കുകൾ സജ്ജമാണ്. ഫസ്റ്റ് ലൈൻ സെന്ററുകളിൽ ലഭ്യമായ കിടക്കുകളുടെ 27% നിലവിൽ രോഗികളുള്ളത്. 13 സെക്കൻഡ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിൽ 485 കിടക്കുകളിൽ 37% കിടക്കുകളാണ് നിലവിൽ രോഗികൾ ഉപയോഗിക്കുന്നത്. ഈ ചികിത്സാ സൗകര്യങ്ങളിൽ 69 കേന്ദ്രീകൃത ഓക്സിജൻ സൗകര്യമുള്ള കിടക്കുകളും 5 ICU കിടക്കുകളും സജ്ജമാണ്. ഇതിനു പുറമെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ 111 ഗൃഹവാസ പരിചരണ കേന്ദ്രങ്ങളും ജില്ലയിൽ പ്രവർത്തിക്കുന്നതായും കോവിഡ് പ്രതിരോധ നിർവ്യാപന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആവശ്യാനുസരണം കൂടുതൽ കിടക്കകൾ ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചതായും ജില്ലാ കളക്ടർ K. ഗോപാലകൃഷ്ണൻ അറിയിച്ചു. ജില്ലയിൽ 7 പേർക്ക് ബ്ലാക്ക് ഫംഗസ് സ്ഥിരീകരിച്ചതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സക്കീൻ അറിയിച്ചു. 6 പേർക്കും കോവിഡാനന്തര രോഗമായിട്ടാണ് ബ്ലാക്ക് ഫംഗസ് പിടിപെട്ടത്. ഒരാൾ മരണപ്പെട്ടതായും DMO അറിയിച്ചു. നിലവിൽ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ബ്ലാക്ക് ഫംഗസ് രോഗത്തിന് ചികിത്സ ലഭ്യമാണെന്നും ആവശ്യമായ മരുന്നുകൾ ജില്ലയിൽ ലഭ്യമാക്കിയതായും ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. കോറേൽസ് എന്ന ഫംഗസ് കുടുംബത്തിലെ ഫംഗസുകൾ മൂലമുണ്ടാകുന്ന രോഗമാണ് മ്യൂക്കോർമൈക്കോസിസ് അഥവാ സൈക്കോമൈക്കോസിസ്. മ്യൂക്കോർമൈക്കോസിസിന് സാധാരണ കാണുന്ന അനിയന്ത്രിത പ്രമേയം, രോഗപ്രതിരോധ ശേഷി കുറവുള്ളവർ, ക്യാൻസർ രോഗികൾ, ക്യാൻസർ രോഗത്തിന് മരുന്ന് കഴിക്കുന്നവർ, ഇടയ്ക്കിടയ്ക്ക് രക്തം കയറ്റുന്നവർ, HIV രോഗബാധിതർ, ഉയർന്ന അളവിൽ സ്റ്റിറോയിഡ് മരുന്ന് കഴിക്കുന്നവർ തുടങ്ങിയ അസുഖങ്ങൾ ഉള്ളവരിലാണ്. പ്രതിരോധ ശേഷി കുറഞ്ഞവരെയാണ് മ്യൂക്കോറേൽസ് സാധാരണയായി ബാധിക്കുന്നത്.
ബാധിക്കുന്നത്. കോർട്ടിക്കോസ്റ്റെറോയിഡ് പോലെയുള്ള പ്രതിരോധ സംവിധാനത്തെ അമർത്തിവെക്കുന്ന മരുന്നുകൾ ഫംഗസ് ബാധയ്ക്ക് സാഹചര്യം ഒരുക്കാം. പ്രതിരോധ സംവിധാനത്തെ താറുമാറാക്കുന്ന അർബുദം, അവയവമാറ്റം പോലുള്ള സാഹചര്യങ്ങളിലും ഫംഗസ് ബാധയിലേക്ക് നയിക്കാൻ ഇടയുണ്ട്. വ്യക്തിയുടെ പ്രതിരോധ സംവിധാനവും ശ്വാസകോശവും ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ ഈ ഫംഗസുകൾക്ക് അണുബാധ ഉണ്ടാക്കാനാവില്ലെന്നും രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നതിനും വ്യക്തി ശുചിത്വം പാലിക്കുന്നതിനും ജനങ്ങൾ ശ്രദ്ധിക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. ലോക്ഡൌൺ നിർദ്ദേശങ്ങൾ പാലിക്കാതെ പള്ളിയിൽ ജുമാ നമസ്കാരം നടത്തിയവർക്കെതിരെ പോലീസ് കേസെടുത്തു. താനൂർ പകര ഗൗസിയ മസ്ജിദിൽ ലോക്ഡൌൺ നിർദ്ദേശങ്ങൾ പാലിക്കാതെ ജുമാ നമസ്കാരത്തിനെത്തിയ 16 പേർക്കെതിരെ താനൂർ പോലീസാണ് കേസെടുത്തത്. ഒരു ഇടവേള. വാർത്തകൾ തുടർന്ന്. മലപ്പുറത്ത് ഞായറാഴ്ച സമ്പൂർണ്ണ ലോക്ഡൌൺ പ്രഖ്യാപിച്ചു. മെഡിക്കൽ സർവീസ് ഒഴികെ മറ്റൊരു മേഖലയ്ക്കും തുറന്ന് പ്രവർത്തിക്കാൻ അനുമതിയില്ല. പാൽ, പത്രം തുടങ്ങിയവയ്ക്കും ശുചീകരണ പ്രവർത്തനത്തിനും അനുമതിയുണ്ട്. മലപ്പുറത്ത് രോഗികളുടെ എണ്ണം കുറവില്ലാതെ തുടരുകയും സംസ്ഥാനത്ത് ഏറ്റവുമധികം രോഗികൾ മലപ്പുറത്തായിരിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഞായറാഴ്ച ദിവസം സമ്പൂർണ്ണമായി അടച്ചിടൽ പ്രഖ്യാപിച്ചുകൊണ്ട് ജില്ലാ കളക്ടർ ഉത്തരവിറക്കിയത്. നിലവിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന ട്രിപ്പിൾ ലോക്ഡൌൺ നിയന്ത്രണങ്ങൾക്ക് പുറമെയാണ് സമ്പൂർണ്ണ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. സംസ്ഥാനത്ത് രോഗവ്യാപനം കുറയുന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ രോഗികൾ മലപ്പുറത്താണെന്ന വസ്തുത ഗൗരവത്തോടെ കാണണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. മെഡിക്കൽ അനുബന്ധ സ്ഥാപനങ്ങളുടെ പ്രവൃത്തികൾക്കും സ്ഥാപനങ്ങൾക്കും ഒഴികെ മറ്റിടങ്ങളിലെല്ലാം അവശ്യ സേവനങ്ങൾ ഉൾപ്പെടെ ലോക്ഡൌൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാൽ, പത്രം എന്നിവയ്ക്കും പ്രവർത്തിക്കാൻ അനുമതിയുണ്ട്. രാവിലെ മാത്രമായിരിക്കും പാൽ, പത്രം എന്നിവയ്ക്ക് പ്രവർത്തിക്കാൻ അനുമതി. മെഡിക്കൽ അനുബന്ധ സ്ഥാപനങ്ങൾ മെഡിക്കൽ പ്രവൃത്തികളും നടത്താൻ അനുമതിയുണ്ട്. പെട്രോൾ പമ്പുകൾ, കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കും പ്രവർത്തിക്കാം. ഇവയിൽ സർക്കാർ വകുപ്പുകളും സന്നദ്ധ പ്രവർത്തകരും ഉൾപ്പെടെയാണ് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് അനുമതി നൽകിയിട്ടുള്ളത്. പാചകവാതക വിതരണം, ടെലികോം, മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ, ചരക്കു ഗതാഗതം, ചരക്കുകളുടെ ലോഡിംഗ്, അൺലോഡിംഗ് എന്നിവയ്ക്കും അനുമതിയുണ്ട്. പാസോടുകൂടിയ അന്തർജില്ലാ യാത്രകളും അനുവദിക്കും. മരണാനന്തര ചടങ്ങുകളും മുൻകൂട്ടി നിശ്ചയിച്ച വിവാഹങ്ങളും എന്നിവ ഒഴികെയുള്ള യാതൊരു പ്രവൃത്തികൾക്കും അനുമതി ഉണ്ടായിരിക്കില്ല. ഹോട്ടലുകൾ ഹോം ഡെലിവറിക്കായി മാത്രം തുറന്നു പ്രവർത്തിക്കാം. മറ്റു അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ ഉൾപ്പെടെ അടഞ്ഞുകിടക്കേണ്ടി വരും. ഉത്തരവ് ലംഘിക്കുന്നവർക്കെതിരെ പകർച്ചവ്യാധി നിയമപ്രകാരം കേസെടുക്കുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. ജില്ലയിൽ ട്രിപ്പിൾ ലോക്ഡൌൺ ഫലം കണ്ടു. ജില്ലയിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 3-1 കുറയ്ക്കാൻ ട്രിപ്പിൾ ലോക്ഡൌണിന് സാധിച്ചു. ലോക്ഡൌൺ ആരംഭിക്കുമ്പോൾ 42% DPR 16 കുറഞ്ഞിട്ടുണ്ട്. രോഗവ്യാപനം കണ്ടെത്താൻ മെഗാ ടെസ്റ്റിംഗ് ക്യാമ്പുകൾ സംഘടിപ്പിച്ചതും ഗുണകരമായി. വ്യാഴാഴ്ച 16.82% ജില്ലയിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. മെയ് 21-ന് 28.75% ജില്ലയിലെ കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. ഇതാണ് 27-ന് 16.82%. 23-ന് 31.53% ഉയർന്നെങ്കിലും ഇപ്പോൾ കുറഞ്ഞു വരികയാണ്. 24-ന് 27.34, 25-ന് 26.57, 26-ന് 21.62% എന്നിങ്ങനെയായിരുന്നു TPR. 12 ദിവസമായി തുടരുന്ന ട്രിപ്പിൾ ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ കർശനമാക്കിയതോടെ ജനങ്ങളുടെ പൊതുസമ്പർക്കം ഗണ്യമായി കുറയ്ക്കാനായത് ജില്ലയ്ക്ക് ആശ്വാസകരമാകുന്നുണ്ട്. ജനങ്ങളുടെ സഹകരണവും രോഗവ്യാപനം കുറയ്ക്കാൻ സഹായകരമായി. വൈറസിന്റെ സമൂഹവ്യാപനം കണ്ടെത്തി പ്രതിരോധം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി മെയ് 23 മുതൽ ജില്ലയിൽ പ്രതിദിന പരിശോധന വർദ്ധിപ്പിച്ചിരുന്നു. നഗരസഭകളിലും ഗ്രാമപഞ്ചായത്തുകളിലും വാർഡ് അടിസ്ഥാനത്തിൽ നടക്കുന്ന പ്രത്യേക പരിശോധനയിൽ വൈറസ് ബാധിതരാകുന്നവർ കുറയുന്നുവെന്ന കണ്ടെത്തലും പ്രതീക്ഷയ്ക്ക് വക നൽകുന്നുണ്ട്. പ്രതിദിനം 25,000 പേർക്കാണ് ജില്ലയിൽ വാർഡ് തലത്തിൽ ഉൾപ്പെടെ നടക്കുന്ന പ്രത്യേക ക്യാമ്പുകളിൽ ആന്റിജൻ പരിശോധന നടത്തുന്നത്. സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ളവരെയും പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതിലൂടെ വൈറസ് വ്യാപനത്തിന്റെ തോത് കണ്ടെത്തുകയും രോഗികളുമായി മറ്റുള്ളവർ സമ്പർക്കത്തിൽ ഏർപ്പെടുന്നത് തടയുകയും ചെയ്യുന്ന രീതിയാണ് ജില്ലയിൽ അനുവർത്തിക്കുന്നത്. പരമാവധി ആളുകൾ ഈ സൗകര്യം പ്രയോജനപ്പെടുത്തുന്നതിലൂടെ രോഗവ്യാപനം വലിയ അളവിൽ കുറയ്ക്കാനാകുമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ സക്കീന പറഞ്ഞു. ഒഴൂർ ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിൽ കോവിഡ് പരിശോധനാ ക്യാമ്പുകൾ സംഘടിപ്പിച്ചു. 4 ദിവസങ്ങളിലായി വിവിധയിടങ്ങളിൽ നടന്ന പരിശോധനയിൽ 754 പേരെ പരിശോധിച്ചതിൽ 93 പേരുടെ പരിശോധനാ ഫലം പോസിറ്റീവായി. ഒഴൂർ ഗ്രാമപഞ്ചായത്തും ഒഴൂർ കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി കോവിഡ് പരിശോധനാ ക്യാമ്പുകൾ സംഘടിപ്പിച്ചു. സമൂഹ വ്യാപനത്തിന്റെ വ്യാപ്തി അറിയുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമ്പുകൾ സംഘടിപ്പിച്ചത്. കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ പരിശോധനയ്ക്ക് പുറമെ ഒഴൂർ GLP സ്കൂൾ, കോറാട് UP സ്കൂൾ, കരിങ്കപ്പാറ GLP സ്കൂൾ, അയ്യായ UP സ്കൂൾ, മണലിപ്പുഴ മദ്രസ എന്നിവിടങ്ങളിലായി 4 ദിവസങ്ങളായി നടന്ന ക്യാമ്പിൽ 754 പേരാണ് പരിശോധനയ്ക്ക് എത്തിയത്. ഇതിൽ 93 പേരുടെ പരിശോധനാ ഫലം പോസിറ്റീവായി. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് 4 ദിവസങ്ങളായി വിവിധയിടങ്ങളിൽ വിജയകരമായി ക്യാമ്പ് നടത്തിയത്. സമൂഹ വ്യാപനത്തിന്റെ വ്യാപ്തി അറിയാൻ ഇത്തരം ക്യാമ്പുകൾ സഹായകരമായെന്ന് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജാനിഫ് പറഞ്ഞു. പഞ്ചായത്തിൽ വിവിധ സ്ഥലങ്ങളിൽ നടന്ന സൗജന്യ പരിശോധനാ ക്യാമ്പ് വിജയിപ്പിക്കാൻ സഹകരിച്ച FSC കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാർ, മറ്റു ആരോഗ്യ പ്രവർത്തകർ, സർക്കാർ ജീവനക്കാർ, മെമ്പർമാർ, RRT അംഗങ്ങൾ, മറ്റു സന്നദ്ധ പ്രവർത്തകർ, നാട്ടുകാർ തുടങ്ങിയ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നതോടൊപ്പം രോഗവ്യാപനം തടയാൻ തുടർന്നും ജാഗ്രത പാലിക്കണമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് യൂസഫ് കൊടിയങ്ങൽ അഭ്യർത്ഥിച്ചു. കോവിഡ് വ്യാപനം നമ്മുടെ പ്രദേശത്ത് രൂക്ഷമായ സാഹചര്യത്തിൽ എല്ലാ രംഗത്തും
സജീവമായി നമ്മുടെ ആരോഗ്യ പ്രവർത്തകരും പഞ്ചായത്ത് ജീവനക്കാരും RRT വളണ്ടിയർമാരൊക്കെ നിസ്സീമമായ സേവനമാണ് ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കോവിഡ് ഒരു പരിധിവരെ നമ്മുടെ പഞ്ചായത്തിൽ TPR നിരക്ക് വളരെയധികം താഴോട്ട് കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചു. അതിനുവേണ്ടി സഹകരിച്ച എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും ആരോഗ്യ പ്രവർത്തകർക്കും എല്ലാം ജനങ്ങൾക്കും നന്ദിയും കടപ്പാടും അറിയിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേരള NGO യൂണിയൻ ജില്ലാ കമ്മിറ്റിയും മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് 5 ലക്ഷം രൂപ വില വരുന്ന കോവിഡ് ചികിത്സാ ഉപകരണങ്ങൾ കൈമാറി. ഉപകരണങ്ങൾ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ, NGO യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം AK കൃഷ്ണപ്രദീപ് കൈമാറി. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേരള NGO യൂണിയൻ ജില്ലാ കമ്മിറ്റി മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് 5 ലക്ഷം രൂപ വില വരുന്ന കോവിഡ് ചികിത്സാ ഉപകരണങ്ങൾ കൈമാറി. അബോധാവസ്ഥയിലല്ലാതെ ICUവിൽ കിടക്കുന്ന ശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള രോഗിക്ക് മാസ്കും ട്യൂബും ഉപയോഗിച്ച് ശ്വസന സഹായം നൽകുന്ന നോൺ ഇൻവേസീവ് വെന്റിലേറ്റർ, അടിയന്തര ഘട്ടങ്ങളിൽ കൂടിയ അളവിൽ ഓക്സിജൻ നേരിട്ട് നൽകാൻ ഉപയോഗിക്കുന്ന NRBM മാസ്ക്, ഓപ്പറേഷൻ തിയേറ്റർ, മോർച്ചറി, ICU എന്നിവ അണുമുക്തമാക്കാൻ ഉപയോഗിക്കുന്ന ഫുമിഗേഷൻ മെഷീൻ, ചികിത്സയിലുള്ള പ്രമേഹ രോഗികളുടെ ഗ്ലൂക്കോസ് നില ടെസ്റ്റ് ചെയ്യുവാൻ ഗ്ലൂക്കോമീറ്റർ, സ്ട്രിപ്പ് എന്നിവയാണ് സംഭാവന ചെയ്തത്. ഉപകരണങ്ങൾ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ, NGO യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം AK കൃഷ്ണപ്രദീപ് കൈമാറി. കേരള NGO യൂണിയൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് 5 ലക്ഷം രൂപയുടെ കോവിഡ് ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങൾ നൽകുന്നതിന് വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ബൈപ്പാസ് മെഷീൻ, അതുപോലെ തന്നെ ഫോഗിംഗ് മെഷീൻ, അതുപോലെ ഷുഗർ പരിശോധിക്കുന്ന അതുമായിട്ട് ബന്ധപ്പെട്ട സ്ട്രിപ്പ്, മറ്റൊന്ന് NRBM മാസ്ക്, അതുപോലെ തന്നെ രോഗികളും കൂട്ടിരിപ്പുകാരുമായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള വെള്ളം, ശുചീകരിച്ച വെള്ളം, ഇതുൾപ്പെടെ 5 ലക്ഷം രൂപയുടെ സാധനങ്ങളാണ് ഞങ്ങൾ നൽകുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട സ്പോർട്സ് മന്ത്രി ശ്രീ വി അബ്ദുറഹ്മാന് ഞങ്ങൾ ഇത് കൈമാറി. മന്ത്രിയുടെ വീട്ടിൽ നടന്ന ചടങ്ങിൽ യൂണിയൻ ജില്ലാ സെക്രട്ടറി K വിജയകുമാർ, പ്രസിഡന്റ് VK രാജേഷ് എന്നിവർ പങ്കെടുത്തു. കോവിഡ് മഴക്കെടുതി മൂലം ദുരിതത്തിലായ കപ്പ കർഷകർക്ക് ആശ്വാസമേകി പോത്തന്നൂരിലെ വിസ്മയ ക്ലബ്ബ്. കർഷകരിൽ നിന്നും 1000 കിലോ കപ്പ നേരിട്ട് വാങ്ങി പ്രദേശത്തെ 500ഓളം കുടുംബങ്ങൾക്ക് വിതരണം ചെയ്തു. വളവന്നൂർ പോത്തന്നൂരിലെ വിസ്മയ ക്ലബ്ബ് പ്രവർത്തകരാണ് കർഷകരിൽ നിന്നും 1000 കിലോ കപ്പ നേരിട്ട് വാങ്ങി പ്രദേശത്തെ 500ഓളം കുടുംബങ്ങൾക്ക് വിതരണം ചെയ്തത്. വളവന്നൂർ കൃഷിഭവനിലെ ഓഫീസർ ശരത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് കർഷകരുടെ കയ്യിൽ നിന്ന് നേരിട്ട് 1000 കിലോ കപ്പ ഏറ്റെടുത്തത്. ട്രിപ്പിൾ ലോക്ക്ഡൌൺ സമയത്ത് സാധാരണ ജനങ്ങൾക്ക് കപ്പ വിതരണം ഒരു ആശ്വാസമായി. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് നടത്തിയ കപ്പ വിതരണത്തിന്റെ ഉദ്ഘാടനം വളവന്നൂർ ഗ്രാമപഞ്ചായത്ത് യൂത്ത് കോർഡിനേറ്റർ KP നിസാർ നിർവഹിച്ചു. ക്ലബ് ട്രഷറർ റാഫി, പ്രോഗ്രാം കോർഡിനേറ്റർ സമീർ, യാസിർ കടമ്പിൽ എന്നിവർ നേതൃത്വം നൽകി. നമ്മുടെ അങ്ങാടിപ്പുറത്തുള്ള കപ്പ കർഷകരെ അവർ ഈ സമയത്ത് ഇറക്കിയ വിളവ് ഈ ലോക്ക്ഡൌൺ സാഹചര്യത്തിൽ വിപണിയിൽ എത്തിക്കാൻ പറ്റാത്തത് കൊണ്ട് അവർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ വളവിൻ്റെ ഒരു കൃഷി ഓഫീസർ, കൃഷിഭവനിലെ കൃഷി ഓഫീസർ നമ്മളുമായി ബന്ധപ്പെടുകയും അവരുമായി ഒന്ന് സഹകരിച്ച് അവരുടെ വിളകൾ ഒന്ന് വിറ്റുകൊടുക്കാൻ നമ്മൾ ആവശ്യപ്പെട്ട പ്രകാരം വിസ്മയ കലാകായിക പോത്തന്നൂരിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ കർഷകരിൽ നിന്നും അത് പോയി ഡയറക്റ്റ് എടുത്തിട്ട് നമ്മൾ ഇവിടെയുള്ള 500ഓളം വീടുകളിൽ അത് സൗജന്യമായി വിതരണം ചെയ്യാണ്. ഈ ഒരു കോവിഡ് കാലത്ത് നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ക്ലബ്ബാണ് വിസ്മയ കലാകായിക പോത്തന്നൂർ എന്നുള്ളത്. അപ്പോൾ അവർ ഈ ഒരു രംഗത്തേക്ക് വന്നതിൽ ഒരുപാട് സന്തോഷം അറിയിക്കുകയാണ്. പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിൽ കോവിഡ് വാക്സിൻ രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിച്ചു. COVID-19 രണ്ടാം ഘട്ട വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ പൊതുജനങ്ങൾ പ്രതിരോധ കുത്തിവയ്പ് രജിസ്റ്റർ ചെയ്യാൻ ലോക്ക്ഡൌൺ കാലഘട്ടത്തിൽ മാർഗങ്ങളില്ലാതെ വലയുമ്പോൾ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് സഹായവുമായി എത്തി. തിരൂർ പോസ്റ്റൽ ഡിവിഷന്റെ കീഴിലുള്ള 52 സബ് പോസ്റ്റ് ഓഫീസുകളിലും കൂടാതെ തിരൂർ, പൊന്നാനി ഹെഡ് പോസ്റ്റ് ഓഫീസുകളിലും പൊതുജനങ്ങൾക്ക് ഇപ്പോൾ കോവിഡ് വാക്സിൻ രജിസ്ട്രേഷനും അപ്പോയിന്റ്മെന്റും തികച്ചും സൗജന്യമായി ചെയ്തു നൽകും. ഒരു ഇടവേള. വാർത്തകൾ തുടർന്നു. 15ാം കേരള നിയമസഭാ അംഗമായി വി അബ്ദുറഹ്മാൻ സത്യപ്രതിജ്ഞ ചെയ്തു. സ്പീക്കർ MP രാജേഷിന്റെ ചേംബറിൽ എത്തിയാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. 15ാം കേരള നിയമസഭാ അംഗമായി വി അബ്ദുറഹ്മാൻ സത്യപ്രതിജ്ഞ ചെയ്തു. സ്പീക്കർ MP രാജേഷിന്റെ ചേംബറിലായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങ്. വി അബ്ദുറഹ്മാൻ എന്ന ഞാൻ നിയമസഭയിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവാജ്യമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു.
MLA-മാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നില്ല. ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് വീട്ടിൽ വിശ്രമത്തിലായിരുന്നു. തിരുവനന്തപുരത്തേക്കുള്ള യാത്രാമധ്യേ തലമുതിർന്ന പാർട്ടി നേതാക്കളുടെ അനുഗ്രഹം തേടി ടി ശിവദാസ് മേനോൻ, പാലോളി മുഹമ്മദ് കുട്ടി എന്നിവരുടെ വീടുകളിലെത്തി അനുഗ്രഹം തേടിയാണ് സത്യപ്രതിജ്ഞാ ചടങ്ങിലെത്തിയത്. താനൂരിൽ 5 ലക്ഷം രൂപയുടെ കോവിഡ് സഹായ പദ്ധതിയുമായി KPSTA താനൂർ ഉപജില്ലയിലെ എല്ലാ പഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റിക്കും കോവിഡ് രക്ഷാ മെഡിക്കൽ ഉപകരണങ്ങൾ കൈമാറി. KPSTA താനൂർ ഉപജില്ലയിലെ എല്ലാ പഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റിക്കും കോവിഡ് രക്ഷാ മെഡിക്കൽ ഉപകരണങ്ങൾ കൈമാറി. താനൂർ പഞ്ചായത്ത് തല ഉദ്ഘാടനം താനൂർ പഞ്ചായത്തിൽ KPSTA സംസ്ഥാന വൈസ് പ്രസിഡന്റ് KL ഷാജു, പഞ്ചായത്ത് പ്രസിഡന്റ് K മലിക ടീച്ചർക്കും വാർഡ് മെമ്പർ ഫാത്തിമ ബിവിക്കും നൽകി നിർവഹിച്ചു. KPSTA കേരളത്തിലെ 164 ഉപജില്ലകളിലും വലിയ തോതിലുള്ള കോവിഡ് പ്രതിരോധ സാന്ത്വന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് നീങ്ങിയിരിക്കുകയാണ്. ഒറ്റയ്ക്കല്ല, ഒറ്റപ്പെടുത്തില്ല, ഒപ്പമുണ്ട് KPSTA എന്ന മുദ്രാവാക്യത്തിലാണ് KPSTA കേരളത്തിൽ എല്ലായിടത്തും ഈ പദ്ധതിയുമായി മുന്നോട്ട് നീങ്ങുന്നത്. കഴിഞ്ഞ വർഷം ഗുരു സ്പർശം എന്ന പേരിൽ കോവിഡ് കാലത്ത് കേരളത്തിൽ പ്രയാസമനുഭവിക്കുന്ന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഭവനങ്ങളിലെ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ അടങ്ങിയ കിറ്റുകൾ വിതരണം ചെയ്തുകൊണ്ട് വലിയൊരു പദ്ധതി കേരളത്തിൽ KPSTA നടപ്പിലാക്കിയിരുന്നു. ഞങ്ങൾ ലക്ഷ്യമിട്ടിരുന്നത് 2 കോടി രൂപയുടെ പദ്ധതി നടപ്പിലാക്കാനാണെങ്കിലും അത് പൂർത്തിയായിരുന്നപ്പോൾ അഭിമാനം എന്ന് പറയട്ടെ 2,46,00,000 രൂപയോളം അതിലേക്ക് ഞങ്ങൾക്ക് ഈ സംസ്ഥാനത്ത് ചെലവഴിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറെ അഭിമാനകരമാണ്. വിദ്യാഭ്യാസ ജില്ലാ സെക്രട്ടറി ഷറഫുദ്ദീൻ, ഉപജില്ലാ സെക്രട്ടറി ജിനേഷ്, ബ്രാഞ്ച് സെക്രട്ടറി അഷ്റഫ് VVN എന്നിവർ സംബന്ധിച്ചു. പദ്ധതിയുടെ ഭാഗമായി താനൂർ ഉപജില്ലയിലെ ഓരോ ഹെൽത്ത് സെന്ററുകൾക്കും 35,000 രൂപയുടെ മെഡിക്കൽ ഉപകരണങ്ങൾ അടങ്ങിയ കിറ്റുകൾ ആണ് നൽകുന്നത്. അതോടൊപ്പം തന്നെ ശമ്പളമില്ലാതെ പ്രയാസപ്പെടുന്ന പ്രീ പ്രൈമറി അധ്യാപകർക്ക് സഹായധനവും 200ഓളം കുടുംബങ്ങൾക്കുള്ള ഭക്ഷ്യക്കിറ്റുകളും അണുനശീകരണം നടത്തുന്നതിനുള്ള 2 ഫോഗ് മെഷീനുകളും ഉൾപ്പെടെ 5 ലക്ഷം രൂപയുടെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളാണ് KPSTA താനൂർ ഉപജില്ലയിൽ നടത്തുന്നത്. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളുടെയും ടെൻഷൻ എങ്ങനെ കോവിഡിനെ പ്രതിരോധിക്കാമെന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഉപകരണങ്ങളാണ് ഇന്ന് ഇവിടെ ഞങ്ങൾക്ക് കൈമാറിയിട്ടുള്ളത്. പറയാതിരിക്കാൻ കഴിയില്ല. അധ്യാപക സമൂഹം മൊത്തം, അധ്യാപകർ എന്ന് മാത്രമല്ല, പൊതു കാര്യങ്ങളെപ്പറ്റി വളരെ കൃത്യമായിട്ടുള്ള ധാരണയുള്ള എല്ലാ തരം ആളുകളും ഇത്തരത്തിൽ ഈ ഒരു മഹാമാരിയെ നേരിടുന്നതിന് അവരവരെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിന് കൂടെ നിന്ന KPSTA എന്നുള്ള ഈ വലിയൊരു സംഘടന പ്രതീക്ഷിച്ചതിലും എത്രയോ ഇരട്ടി വിഭവങ്ങൾ സമാഹരിച്ച് ഞങ്ങളെപ്പോലെയുള്ള ഉത്തരവാദിത്തമുള്ള പഞ്ചായത്ത് ജനപ്രതിനിധികളെ ഏൽപ്പിക്കുന്നു എന്നുള്ളതിൽ ഞങ്ങൾക്ക് ഏറെ സന്തോഷമുണ്ട്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് താനാളൂർ ഗ്രാമപഞ്ചായത്ത് 10 ലക്ഷം രൂപ സംഭാവന നൽകി. കായിക വകുപ്പ് മന്ത്രി V അബ്ദുറഹ്മാൻ തുക കൈമാറി. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് താനാളൂർ ഗ്രാമപഞ്ചായത്ത് 10 ലക്ഷം രൂപ സംഭാവന നൽകി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM മല്ലിക, വൈസ് പ്രസിഡന്റ് V അബ്ദുറസാഖ്, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി OK പ്രേമരാജൻ എന്നിവർ ചേർന്ന് കായിക വഖഫ് ഹജ്ജ് തീർത്ഥാടന വകുപ്പ് മന്ത്രി V അബ്ദുറഹ്മാന് ചെക്ക് കൈമാറി. കപ്പ കർഷകർക്ക് കൈത്താങ്ങായി യൂത്ത് കോർഡിനേറ്റർ ഷാക്കിർ പൊന്മുണ്ട തന്റെ ഓണറേറിയം ഉപയോഗിച്ച് കർഷകരിൽ നിന്നും 10 ക്വിന്റൽ കപ്പ ഏറ്റെടുത്ത് മറ്റുള്ളവർക്ക് സൗജന്യമായി വിതരണം ചെയ്തു. വേനൽ മഴയിലും കോവിഡ് പ്രതിസന്ധിയിലും ദുരിതത്തിലായ കപ്പ കർഷകർക്ക് ആശ്വാസമായി പഞ്ചായത്ത് യൂത്ത് കോർഡിനേറ്ററുടെ പ്രവർത്തനം. പൊന്മുണ്ടം പഞ്ചായത്ത് യൂത്ത് കോർഡിനേറ്റർ ഷാക്കിർ പൊന്മുണ്ടമാണ് തന്റെ ഓണറേറിയം ഉപയോഗിച്ച കർഷകരിൽ നിന്നും 10 ക്വിന്റൽ കപ്പ ഏറ്റെടുത്ത് മറ്റുള്ളവർക്ക് സൗജന്യമായി വിതരണം ചെയ്തത്. പഞ്ചായത്ത് പരിധിയിലെ കോവിഡ് ബാധിതരുടെ വീടുകൾ, RRT അംഗങ്ങൾ, ആശാ വർക്കർമാർ തുടങ്ങിയവർക്കാണ് കപ്പ നൽകിയത്. വിതരണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കുണ്ടിൽ ഹാജറ നിർവഹിച്ചു. പൊന്മുണ്ടം ഗ്രാമപഞ്ചായത്തിലെ യൂത്ത് കോർഡിനേറ്ററുടെ നേതൃത്വത്തിൽ നമ്മളുടെ പൊന്മുണ്ടം ഗ്രാമപഞ്ചായത്തിൽ ക്വാറന്റൈനിൽ ഇരിക്കുന്നവർക്കും RRT വളണ്ടിയർമാരുടെയും വീടുകളിലേക്ക് കപ്പ വിതരണമാണ് ഇവിടെ നടന്നത്. നമ്മളുടെ പൊന്മുണ്ടം ഗ്രാമപഞ്ചായത്തിൽ ഈ കോവിഡിൻ്റെ ഈ 2ാം ഘട്ടത്തിൽ നമ്മളുടെ RRTമാരുടെ പ്രവർത്തനം മൂലം തന്നെ അയൽ പഞ്ചായത്തുകളിൽ നിന്ന് അപേക്ഷിച്ച് കേസുകൾ വളരെ കുറവും അതിനു വേണ്ടുന്ന എല്ലാ പ്രവർത്തനങ്ങളും RRTയുടെയും യൂത്ത് കോർഡിനേറ്റർമാരുടെയും നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ പൊന്മുണ്ടം ഗ്രാമപഞ്ചായത്തിൻ്റെ കൃഷിഭവൻ്റെ കീഴിൽ നമുക്ക് 1000 കിലോ കപ്പ ഇറങ്ങുന്ന മുറക്ക് തന്നെ അത് എല്ലാ വാർഡുകളിലേക്കും ക്വാറന്റൈനിൽ ഇരിക്കുന്നവർക്കും അതേപോലെ RRT പ്രവർത്തകർക്കും ആരോഗ്യ പ്രവർത്തകർക്കും വിതരണം ചെയ്യുന്നതിന് വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. ഇത്തരം ഈ ഒരു കോവിഡിൻ്റെ ഈ മഹാമാരിയിൽ RRT പ്രവർത്തകരുടെയും അതേപോലെ യൂത്ത് കോർഡിനേറ്ററുടെയും പ്രവർത്തനം വളരെയധികം സ്വാഗതാർഹമായ ഒരു കാര്യമാണ്. നമ്മൾ ഇത്തരം പ്രവർത്തികൾ എന്നും നിലനിൽക്കട്ടെ, ഇവർക്ക് വേണ്ടുന്ന എല്ലാ ഉപകാരങ്ങളും നിൽക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.
താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി നിയാസ്, മുനീർ, അനസ്, മഹമ്മൂദ്, യാഫിക് തുടങ്ങിയവർ പങ്കെടുത്തു. യൂത്ത് കോർഡിനേറ്റർ അദ്ദേഹത്തിൻ്റെ ഓണർ എഴുത്തിൽ നിന്നെടുത്തുള്ള കാശ് കൊണ്ടാണ് ഈ കപ്പ ഇവിടെ വാങ്ങി വിതരണം ചെയ്യുന്നത്. ഇവിടെ പ്രവർത്തിക്കുന്ന പുൽമണ്ഡലം ഗ്രാമപഞ്ചായത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ RRT വളണ്ടിയർമാരും അതുപോലെ തന്നെ ആരോഗ്യ പ്രവർത്തകരും നല്ല രീതിയിലാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് മറ്റുള്ളവർക്ക് മാതൃകയാക്കാൻ പോകുന്ന പ്രവർത്തനമായിട്ടാണ് ഇവിടുത്തെ യൂത്ത് കോർഡിനേറ്ററും RRT പ്രവർത്തക അംഗങ്ങളും പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം മറ്റു പഞ്ചായത്തുകളെ അപേക്ഷിച്ചിടത്തോളം പുൽമണ്ഡലം ഗ്രാമപഞ്ചായത്ത് കോവിഡിൻ്റെ അളവ് എണ്ണം കുറവാണ്. നല്ല രീതിയിലുള്ള ഇവിടുത്തെ പുൽമണ്ഡലം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും അതുപോലെ തന്നെ ഇവിടുത്തെ ആരോഗ്യ പ്രവർത്തകരും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരെല്ലാം പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനൊരു രീതിയിൽ നമുക്ക് എത്താൻ സാധിച്ചിട്ടുള്ളത്. ഇനിയും നല്ല രീതിയിലുള്ള പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകാൻ ഇവിടുത്തെ RRT പ്രവർത്തകർക്ക് സാധിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുകയാണ്. കപ്പ കർഷകർക്ക് കൈത്താങ്ങായി പ്രവാസി സഖാക്കൾ കൂട്ടായ്മ. തലക്കാട് 19-ാം വാർഡിലെ മുഴുവൻ വീടുകളിലേക്കും സഖാക്കൾ കൂട്ടായ്മ കപ്പ വിതരണം ചെയ്തു. കപ്പ കർഷകർക്ക് കൈത്താങ്ങായി തലക്കാട് പഞ്ചായത്ത് 19-ാം വാർഡ് പ്രവാസി സഖാക്കൾ കൂട്ടായ്മ. ലോക്ക്ഡൌൺ മൂലം വിപണനത്തിന് ബുദ്ധിമുട്ടുന്ന കപ്പ കർഷകരിൽ നിന്നും വില കൊടുത്ത് വാങ്ങി തലക്കാട് പഞ്ചായത്ത് 19-ാം വാർഡ് പ്രവാസി സഖാക്കൾ CPM മാങ്ങാട്ടിരി ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ ഡിവൈഎഫ്ഐയുടെ സഹകരണത്തോടെ സൗജന്യമായി വിതരണം ചെയ്തു. തലക്കാട് ഗ്രാമപഞ്ചായത്തിലെ 19-ാം വാർഡിലെ മുഴുവൻ വീടുകളിലുമാണ് കപ്പ വിതരണം ചെയ്തത്. ഒരു ഇടവേള. വാർത്തകൾ തുടർന്നു. ലക്ഷദ്വീപിലെ ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്തിരിയണമെന്നാവശ്യപ്പെട്ട് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി പ്രമേയം അവതരിപ്പിച്ചു. മുഴുവൻ അംഗങ്ങളുടെയും പിന്തുണയോടെ പ്രമേയം പാസാക്കി. ലക്ഷദ്വീപിലെ 10,000-കണക്കിന് കുടുംബങ്ങളെ ആശങ്കയിലാക്കിക്കൊണ്ട് അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേൽ ആരംഭിച്ചിട്ടുള്ള പരിഷ്കാര നടപടികൾ നിർത്തിവെക്കുക, സാമൂഹ്യ സാമ്പത്തിക സാംസ്കാരിക രംഗങ്ങളിൽ കേരളവുമായും മലയാളികളുമായും ഒട്ടേറെ സമാനതകളുള്ള ജനവിഭാഗമാണ് ലക്ഷദ്വീപ് നിവാസികൾ. മതന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന ബഹുഭൂരിപക്ഷം വരുന്ന ദ്വീപ് സമൂഹം വ്യാപാരത്തിനും വിദ്യാഭ്യാസ ചികിത്സാ സൗകര്യങ്ങൾക്കും പ്രധാനമായും കേരളത്തെയാണ് ആശ്രയിക്കുന്നത്. കേന്ദ്ര സർക്കാർ നോമിനിയായ അഡ്മിനിസ്ട്രേറ്ററുടെ നടപടികൾ തികച്ചും ജനാധിപത്യ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രമേയം അവതരിപ്പിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ പ്രമേയം അവതരിപ്പിച്ചു. വികസനത്തിന്റെയും ടൂറിസത്തിന്റെയും പേര് പറഞ്ഞ് ബഹുരാഷ്ട്ര കുത്തകളെ ദ്വീപിൽ വിളിച്ചു വരുത്തി അവർക്ക് പാദസേവ ചെയ്യാനുള്ള നടപടികളാണ് കേന്ദ്ര സർക്കാർ പിന്തുണയോടെ അഡ്മിനിസ്ട്രേറ്റർ തുടക്കം കുറിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുന്നു. വൈസ് പ്രസിഡന്റ് പ്രീത പുളിക്കൽ, അംഗങ്ങളായ പി കുമാരൻ, MP മുഹമ്മദ് കോയ തുടങ്ങിയവർ പങ്കെടുത്തു. കുറ്റകൃത്യങ്ങൾ തീരെയില്ലാത്ത പ്രദേശം, സ്നേഹത്തോടു കൂടി ജീവിക്കുന്ന അവിടെ അശാന്തി പടർത്തുകയാണ്. ആ അശാന്തി പടർത്തുന്നതിൻ്റെ ഭാഗമായി പുതിയ ഒരുപാട് നിർദ്ദേശങ്ങളാണ്. അതിലൊന്നാണ് ഗുണ്ടാ നിയമം നടപ്പാക്കുക, അതേപോലെ തന്നെ ബീഫ് നിരോധനം നടത്തുക, ഫാമുകൾ പൂട്ടുക, അതേപോലെ തന്നെ ജീവനക്കാരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുക, കൊച്ചിയും കോഴിക്കോടും ബേപ്പൂരും ഉൾപ്പെടെയുള്ള തുറമുഖങ്ങളുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുക. അതുകൊണ്ട് ഈ നടപടികളിൽ നിന്ന് പിൻവാങ്ങണം. ഇപ്പോൾ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ കൊണ്ടുവന്നിട്ടുള്ള ഈ നിർദ്ദേശങ്ങൾ മുഴുവൻ ലക്ഷദ്വീപിലെ ജനങ്ങൾക്കെതിരാണ്. അവിടുത്തെ നിവാസികൾ അംഗീകരിക്കാത്ത, അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് അംഗീകരിക്കാത്ത, അവിടുത്തെ ജനങ്ങളുടെ മുഴുവൻ എതിർപ്പ് നേരിടുന്ന ഈ അഡ്മിനിസ്ട്രേറ്ററുടെ നടപടികൾ പിൻവലിക്കണം എന്ന് ഈ തിരൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭരണസമിതി യോഗം ഐക്യകണ്ഠേന ഇന്ന് ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിച്ചിരിക്കുകയാണ്. ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്ററുടെ വിവാദ ഉത്തരവുകൾ പിൻവലിക്കുക തുടങ്ങിയ വിവിധ ആശയങ്ങൾ ഉയർത്തി വെൽഫെയർ പാർട്ടി താനാളൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വീടുകളിൽ സമരം നടത്തി. ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്ററുടെ വിവാദ ഉത്തരവുകൾ പിൻവലിക്കുക, പ്രഫുൽ പട്ടേലിനെ തിരിച്ചു വിളിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയാണ് വെൽഫെയർ പാർട്ടി വീടുകളിൽ സമരം സംഘടിപ്പിച്ചത്. വെൽഫെയർ പാർട്ടി ലക്ഷദ്വീപ് നിവാസികൾക്കൊപ്പം എന്ന പ്രമേയം ഉയർത്തി നടത്തിയ സമരത്തിൽ മണ്ഡലം പ്രസിഡന്റ് CP ഹബീബ് റഹ്മാൻ, പഞ്ചായത്ത് പ്രസിഡന്റ് P ഷംസുദ്ദീൻ, സെക്രട്ടറി നാസർ മൂച്ചിക്കൽ, വൈസ് പ്രസിഡന്റ് MC സിദ്ദീഖ്, ട്രഷറർ R റുഖിയ, CP മുനീറ, MC അബൂബക്കർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ലക്ഷദ്വീപിനെ സംരക്ഷിക്കുക എന്നാവശ്യപ്പെട്ട CPM പ്രതിഷേധ സംഗമം നടത്തി. തലക്കാട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന സംഗമം K നാരായണൻ ഉദ്ഘാടനം ചെയ്തു. ലക്ഷദ്വീപിനെ സംരക്ഷിക്കുക എന്നാവശ്യപ്പെട്ട CPM തലക്കാട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. CPM തിരു ഏരിയ സെന്റർ അംഗം K നാരായണൻ ഉദ്ഘാടനം ചെയ്തു. 2020 ഡിസംബറിലാണ് അഡ്മിനിസ്ട്രേറ്റർ ചുമതലയിലേക്ക് ഈ പ്രഫുൽ K പട്ടേൽ എന്ന് പറയുന്ന ഗുജറാത്തിലെ നരേന്ദ്രമോദിയുടെ അനുയായി അവിടെ അമിത്ഷായോടൊപ്പം മന്ത്രിസഭയിൽ പ്രവർത്തിച്ച ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ ഒട്ടേറെ വിവാദ കേസുകളിൽ നായകനായ ഈ പ്രഫുൽ K പട്ടേൽ ഈ ലക്ഷദ്വീപിൻ്റെ കൂടി ചുമതല ഏറ്റെടുക്കുന്നു. അതിനുശേഷം അവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പരിഷ്കാരങ്ങളെല്ലാം ഒരു ജനതയുടെ ആ ജനത ഇന്നലെ വരെ അല്ലെങ്കിൽ ആ ദിവസം വരെ സ്വീകരിച്ചു വന്ന ജീവിത രീതിയെ ആകെ തകിടമറിക്കുന്നതാണ്. ഒട്ടേറെ പുതിയ പരിഷ്കാരങ്ങൾ, അവിടെ ബഹുഭൂരിപക്ഷം വരുന്നവർ മുസ്ലിങ്ങളാണ്.
അവരുടെ ഭക്ഷ്യാഹാരത്തിലെ പ്രധാനപ്പെട്ട ഭാഗമാണ് ബീഫ്. ഒന്നാമത്തെ തീരുമാനം അവിടെ ബീഫ് ആരും ഉപയോഗിക്കരുത് എന്നതാണ്. രണ്ടാമത്തത്, അവിടെ മദ്യം ഉപയോഗിക്കുന്ന ആളുകൾ വളരെ വളരെ കുറവാണ്. ഈ ദ്വീപുകളിൽ ഒരൊറ്റ ദ്വീപിൽ മാത്രമാണ് ഒരു ബാറുള്ളത്. ആ ഒരു ബാറിന് പുറമെ ഒരുപാട് ബാറുകൾക്ക് ലൈസൻസ് കൊടുത്തിരിക്കുകയാണ്. CPM തിരൂർ ഏരിയ കമ്മിറ്റി അംഗം പി മുഹമ്മദ് അലി അധ്യക്ഷനായിരുന്നു. ലോക്കൽ സെക്രട്ടറി ടി ഷാജി സ്വാഗതവും ലോക്കൽ കമ്മിറ്റി അംഗം കെ രാകേഷ് നന്ദിയും പറഞ്ഞു. വാക്സിൻ ചാലഞ്ചിലേക്ക് ഡൗൺ ബ്രിഡ്ജ് തിരൂരിന്റെ കൈത്താങ്ങ തുക കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാന് കൈമാറി. കായിക മന്ത്രിക്ക് ഡൗൺ ബ്രിഡ്ജ് തിരൂരിന്റെ ആദരം. മുഖ്യമന്ത്രിയുടെ കോവിഡ് വാക്സിനേഷൻ ചാലഞ്ചിലേക്ക് കൈത്താങ്ങ യുവ കൂട്ടായ്മയായ ഡൗൺ ബ്രിഡ്ജ് തിരൂർ. സ്ക്രാപ്പ് കളക്ഷനിലൂടെ കണ്ടെത്തിയ 40,000 രൂപയാണ് ഡൗൺ ബ്രിഡ്ജ് മുഖ്യമന്ത്രിയുടെ കോവിഡ് വാക്സിനേഷൻ ചാലഞ്ചിലേക്ക് കൈമാറിയത്. പാഴ്വസ്തുക്കൾ പാഴാക്കരുത്, അതിന് ജീവന്റെ വിലയുണ്ടെന്ന സന്ദേശവുമായാണ് ഡൗൺ ബ്രിഡ്ജ് നടുവിലങ്ങാടി താഴെപ്പാലം വീടുകൾ കേന്ദ്രീകരിച്ച് സ്ക്രാപ്പ് കളക്ഷനിലൂടെയും സംഭാവനയിലൂടെയും വാക്സിനേഷൻ ചാലഞ്ചിലേക്കുള്ള തുക കണ്ടെത്തിയത്. സംഭാവന ഡൗൺ ബ്രിഡ്ജ് പ്രസിഡന്റ് വി അഷ്റഫ്, സെക്രട്ടറി എ പി ഷഫീഖ്, ട്രഷറർ പി പി ഷംനാർ, വൈസ് പ്രസിഡന്റ് താഹിർ, ടി വി മൻസൂർ, പി പി മുനീർ എന്നിവർ ചേർന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാന് കൈമാറി. മന്ത്രിയുടെ വീട്ടിൽ നടന്ന ചടങ്ങിൽ തിരൂരുകാരനായ കായിക മന്ത്രിയെ ഡൗൺ ബ്രിഡ്ജ് പ്രവർത്തകർ അനുമോദിച്ചു. പൊന്നാട അണിയിച്ച് മമന്റോയും കൈമാറി. ഡിവൈഎഫ്ഐ തലക്കാട് വടക്കേങ്ങാടി യൂണിറ്റ് നേതൃത്വത്തിൽ ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്തു. CPM തലക്കാട് ലോക്കൽ സെക്രട്ടറി ടി ഷാജി വിതരണോദ്ഘാടനം നിർവഹിച്ചു. 250ഓളം കുടുംബങ്ങൾക്കാണ് ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്തത്. ഡിവൈഎഫ്ഐ തലക്കാട് വടക്കേങ്ങാടി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തു. പ്രദേശത്ത് 250ലധികം കുടുംബങ്ങൾക്കാണ് ഭക്ഷ്യക്കിറ്റ് നൽകിയത്. വിതരണോദ്ഘാടനം CPM തലക്കാട് ലോക്കൽ സെക്രട്ടറി ടി ഷാജി നിർവഹിച്ചു. ഈ മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ഒരു കുടുംബത്തിലും ഒരാൾ പോലും ഭക്ഷണം ലഭിക്കാതെ പ്രയാസപ്പെടുന്ന സ്ഥിതി ഉണ്ടാവാൻ പാടില്ല എന്നതാണ് ഡിവൈഎഫ്ഐയുടെ പ്രഖ്യാപിത നയം. അത് ഇത്തരത്തിലുള്ള മഹാമാരിയുടെ കാലത്ത് മാത്രമല്ല, ജനങ്ങൾ ഏതൊക്കെ കാലഘട്ടത്തിൽ പ്രയാസപ്പെടുന്നുണ്ടോ ആ പ്രയാസങ്ങളെ മനസ്സിലാക്കി അവർക്കൊപ്പം നിന്നുകൊണ്ട് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ ധൈര്യം അവർക്ക് പകർന്നുകൊണ്ട് അവരുടെ എല്ലാ പ്രയാസങ്ങളിലും അവർക്ക് താങ്ങും തണലുമായി ഈ കേരളത്തിലെ യുവജന പ്രസ്ഥാനം രൂപീകൃത കാലം മുതൽ സന്നദ്ധ പ്രവർത്തന രംഗത്ത് സജീവമായ സാന്നിധ്യമായി മറ്റു പല യുവജന സംഘടനകൾക്കും മാതൃകയാക്കാവുന്ന രീതിയിലുള്ള ഒട്ടേറെ പുതുമയാർന്ന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഡിവൈഎഫ്ഐ തലക്കാട് മേഖലാ സെക്രട്ടറി പി നൌഫൽ, സാബിക് കോട്ടേപ്പാടം, രാഹുൽ വടക്കേങ്ങാടി തുടങ്ങിയവർ സംസാരിച്ചു. ഫൈറൂസ് കളിയത്ത, രാജീവ്, മിഥുൻ, സുശാന്ത്, മുജീബ്, മണി മൂപ്പിൽ, രാജു തുടങ്ങിയവർ നേതൃത്വം നൽകി. ഡിവൈഎഫ്ഐ വടക്കേങ്ങാടി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണവും രക്തദാനം, കോവിഡ് പോസിറ്റീവായ വീടുകൾ അണുനശീകരണം, ഭക്ഷണം കിട്ടാതെ വിശന്നിരുന്നവർക്ക് പൊതിച്ചോറ് നൽകുക എന്നീ സന്നദ്ധ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആശ്വാസത്തിന്റെ കോവിഡ് കണക്കുകൾ. മലപ്പുറത്തും സംസ്ഥാനത്തൊട്ടാകെയും ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കും രോഗികളുടെ എണ്ണവും കുറഞ്ഞു. സംസ്ഥാനത്ത് 22,318 പേർക്ക് പുതുതായി രോഗം. 24 മണിക്കൂറിനിടെ പരിശോധിച്ചത് 1,36,068 സാമ്പിളുകൾ. ജില്ലയിൽ 3,938 പേർക്ക് രോഗബാധ. DPR 13.3% കുറഞ്ഞു. തിരൂർ നഗരസഭയിൽ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്റർ തുറന്നു. തിരൂർ താഴെപ്പാലം MS സെൻട്രൽ സ്കൂളിലാണ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്റർ സജ്ജീകരിച്ചത്. രോഗവ്യാപനം കുറയ്ക്കാൻ മലപ്പുറത്ത് ഞായറാഴ്ച സമ്പൂർണ്ണ ലോക്ക്ഡൌൺ. കടകൾ തുറന്ന് പ്രവർത്തിക്കുന്നതിന് വിലക്ക്. മെഡിക്കൽ സർവീസ് ഒഴികെ മറ്റൊരു മേഖലയ്ക്കും പ്രവർത്തിക്കാൻ അനുമതിയില്ല. പാൽ, പത്രം തുടങ്ങിയവയ്ക്കും ശുചീകരണ പ്രവർത്തനങ്ങൾക്കും അനുമതി. 15ാം കേരള നിയമസഭാ അംഗമായി വി അബ്ദുറഹ്മാൻ സത്യപ്രതിജ്ഞ ചെയ്തു. സ്പീക്കർ MP രാജേഷിന്റെ ചേംബറിലായിരുന്നു സത്യപ്രതിജ്ഞ. ഇതോടുകൂടി വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.